ആർ ശ്രീജിത്ത്, ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ കേട്ടതിൽ നിന്ന് ADGP വഴി RSSലേക്ക് ഒരു പാലം വെട്ടിയത് മുഖ്യമന്ത്രിയാണ് എന്ന ആരോപണത്തിൽ ഫിക്സ് ചെയ്യുകയാണ് പ്രതിപക്ഷം. അത് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറയുന്നു. CPIയും സത്യം പുറത്തു വരണം, പോരുളറിയണം എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്നും ഈ വിഷയത്തിൽ സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാവുന്നത്? സുജയ, RSS സഹകാര്യവാഹക ദത്താത്രേയ ഹൊസബലയുമായി ADGP MR അജിത്കുമാർ കൂടിക്കാഴ്ച നടത്തിയത് ഇടത് രാഷ്ട്രീയത്തെ സർക്കാരിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ തന്നെ നേതാക്കൾ വിഷമിക്കുകയാണ്. RSS നേതാവുമായി ADGP MR അജിത്കുമാർ നടത്തിയത് വ്യക്തിപരമായൊരു കൂടിക്കാഴ്ചയാണ്. അതിന് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന പ്രതികരണമാണ് CPIM കേന്ദ്രങ്ങൾ നൽകുന്നത്. ഇന്നും ആ നിലപാട് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. എന്നാൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദൂതനായാണ് MR അജിത്കുമാർ ഈ ദത്താത്രേയ ഹൊസബലയെ കണ്ടത്. അത് തൃശ്ശൂർ സീറ്റ് BJPക്ക് നേടിക്കൊടുക്കുന്നതിനുള്ള ഒരു ഡീലുമായി ബന്ധപ്പെട്ടാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ പറ്റിയുള്ള ഒരു മറുപടിയും ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നത്. ഈ ആരോപണം ഉയർന്നു വന്ന ദിവസങ്ങളായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിലൂടെയോ നേരിട്ടോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം ഇത്തരമൊരു വിഷയത്തെ, ആരോപണത്തെ അവഗണിക്കുകയാണോ? എന്നാൽ ഇപ്പോൾ ADGP MR അജിത്കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അദ്ദേഹം വിശദീകരണം നൽകി എന്ന വിവരവും പുറത്തു വരുന്നു. വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ്, സുഹൃത്തിൻ്റെ കാറിലാണ് ഹോട്ടലിൽ നിന്ന് ഈ RSS നേതാവിനെ കാണാൻ പോയത് തുടങ്ങിയ വിശദീകരണങ്ങളാണ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയെപ്പറ്റി ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് പുറത്തു വരണം. ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്താണെന്ന ചോദ്യമാണ് CPI ഉയർത്തുന്നത്. അപ്പോൾ മുന്നണിയിൽ നിന്ന് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കെതിരെ ശബ്ദമുയർന്നു, വിമർശനമുയർന്നു. അപ്പോൾ സർക്കാരും അതോടൊപ്പം CPIയും പ്രതിരോധത്തിലാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് കൊണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിമർശനം ഉന്നയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾ വിമർശനം ഉന്നയിച്ചുകൊണ്ടോ ഒന്നും സർക്കാരോ പാർട്ടിയോ പ്രതിരോധത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നാണ് CPIM നേതൃത്വത്തിൻ്റെ നിലപാട്. ഓക്കെ, ആർ ശ്രീജിത്ത്.